ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചെമ്മീൻ ചമ്മന്തിയാണ്, ഉണക്ക ചെമ്മീൻ ചമ്മന്തിയാണ്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ചെമ്മീൻ ചമ്മന്തിക്ക് ആവശ്യമായിട്ട് കുറച്ച് ചെമ്മീൻ എടുത്തിട്ടുണ്ട്, ഉണക്ക ചെമ്മീൻ എടുത്തിട്ടുണ്ട്, കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ അതിനാവശ്യമായിട്ട് ഒരു കഷ്ണം ഇഞ്ചി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി എടുത്താൽ മതി, ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒരു 4 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു നെല്ലിക്ക വലിപ്പത്തിൽ ഒരു വാളംപുളി എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എരിവിനാവശ്യമായിട്ടുള്ള വറ്റൽമുളക് എടുത്തിട്ടുണ്ട്. ഒരു 4 എണ്ണമാണ് നമ്മളിവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ ചെമ്മീൻ നന്നായി കഴുകിയിട്ടാണ് കേട്ടോ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്യാം. എന്നിട്ട് ചീനിച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി നമ്മൾ എണ്ണ ഒഴിച്ചു കൊടുക്കുന്നില്ല. ഇങ്ങനെ ഫ്രൈ ചെയ്യുമ്പോഴാണ് എണ്ണ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ അതിലേക്ക് ആവശ്യമായിട്ടുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. കുറച്ച് ഒഴിച്ചു കൊടുത്താൽ മതി. കുറച്ച് ഇൻഗ്രീഡിയൻസ് ആണെങ്കിൽ കുറച്ച് ഒഴിച്ചു കൊടുത്താൽ മതി. നിങ്ങൾക്ക് ക്വാണ്ടിറ്റി കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ എടുക്കാം. നമ്മളിവിടെ ആവശ്യത്തിന് അനുസരിച്ചാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ചൂടായി വന്നപ്പോൾ അതിലേക്ക് ചെമ്മീൻ ഇട്ട് കൊടുത്തു. കഴുകി വെച്ച ഉണക്ക ചെമ്മീനാണ്. അപ്പോൾ അത് നന്നായി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഫ്രൈ ചെയ്തിട്ട് അതിൻ്റെ കൂടെ തന്നെയാണ് തേങ്ങയും വറ്റൽമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും പുളിയും എല്ലാം ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ അതിലേക്ക് നമ്മൾ തേങ്ങ ഇട്ട് കൊടുത്തു. അതാണ് ഞാൻ ഫസ്റ്റ് തന്നെ കഴുകി വെക്കണമെന്ന് പറഞ്ഞത്. അപ്പോൾ തേങ്ങ ഇട്ട് കൊടുത്തു, വറ്റൽമുളക് ഇട്ട് കൊടുത്തു, അങ്ങനെയുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതെല്ലാം കൂടെ ഒന്ന് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നല്ല ഒരു വിഭവമാണ് ഉണക്ക ചെമ്മീൻ ചമ്മന്തി. അപ്പോൾ അതുണ്ടെങ്കിൽ നമുക്ക് ഫുഡിന് ചോറിന് നല്ലൊരു കോമ്പിനേഷനാണ്, കഞ്ഞിക്കും ചോറിനും ഒക്കെ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ. നന്നായി ഒന്ന് അതിലേക്ക് നമ്മൾ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. മിക്സിയുടെ ജാറിലേക്ക് എല്ലാം കൂടെ ഒന്ന് എടുത്ത് മിക്സി നമുക്ക് ഓൺ ചെയ്യാം. ഓൺ ചെയ്തിട്ട് അത് മിക്സിയിൽ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ വെള്ളമേ ഇതിലേക്ക് ചേർക്കുന്നില്ല. ഓക്കെ ഫ്രണ്ട്സ്, താങ്ക് യു. ഇത് നല്ലൊരു വിഭവമാണ്, എല്ലാവരും ട്രൈ ചെയ്യണേ.